ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഈ വർഷം 2 സെഷനുകളിലായിട്ടാണ് IIT-കളിലേക്കും അതുപോലെ NIT-കളിലേക്കും പിന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്കുള്ള അഡ്മിഷനാണ് എഞ്ചിനീയറിംഗും BArc പോലെയുള്ള കോഴ്സുകളുമായി ബന്ധപ്പെട്ട പ്രവേശനത്തിൻ്റെ നാഷണൽ ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഈ വർഷം +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ IIT-കൾ അതുപോലെ തന്നെ NIT, സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയിലേക്കുള്ള എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രവേശന പരീക്ഷയാണ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. IIT-കളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന +2 സയൻസ് എടുത്ത് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. 2 ഘട്ടങ്ങളിൽ പ്രവേശന പരീക്ഷ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഇതിനകത്ത് എടുക്കാം. അതിനകത്ത് ഒന്ന് വരുന്നത് ജനുവരി മാസം 2026 ജനുവരി മാസം നടക്കുന്ന പരീക്ഷയും ഏപ്രിൽ മാസം നടക്കുന്ന പരീക്ഷയുമുണ്ട്. അതിൽ ജനുവരി മാസം നടക്കുന്ന പരീക്ഷകൾക്കുള്ള ഓൺലൈൻ എക്സാമിനേഷനാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുട്ടികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 31 മുതൽ നവംബർ 27 വരെയാണ് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന സമയം എന്ന് പറയുന്നത്. ഒക്ടോബർ 31 മുതൽ നവംബർ 27 രാത്രി 9 മണി വരെ നമുക്ക് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാം. ഒപ്പം തന്നെ അതിൻ്റെ ഫീസ് അടക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത് നവംബർ 27 11:50 രാത്രി 11:50 വരെ നമുക്ക് ഫീസ് അടക്കാം എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനുവരി മാസത്തെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസം അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് വരിക എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററുകൾ പ്രഖ്യാപിക്കുന്നത് 2026 ഫസ്റ്റ് വീക്ക് ഓഫ് ജനുവരി എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് ജനുവരി 21 മുതൽ ജനുവരി 30 വരെയാണ്. ജനുവരി 21 മുതൽ ജനുവരി 30 വരെ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് ഇതിൻ്റെ ഓൺലൈൻ പരീക്ഷകൾ നടക്കും. അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഏകദേശം റിസൾട്ട് വരുന്ന ഡേറ്റ് വരെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഫെബ്രുവരി 12 ഏകദേശമുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഒക്കെ ഈ എൻട്രൻസ് എക്സാമിനേഷന് മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ജനുവരി 21 മുതൽ 30 വരെയാണ് ഇതിൻ്റെ പരീക്ഷകൾ എന്നുള്ളത് കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠനം എന്ന് പറയുന്നത് ഏറ്റവും രാജ്യത്തെ ഉന്നതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോബ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നല്ല തയ്യാറെടുപ്പോടുകൂടി, കാരണം സാധാരണ എൻട്രൻസ് എക്സാമിനേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി നടത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ NIT അതുപോലെ തന്നെ IIT അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് എഞ്ചിനീയറിംഗിന് പ്രവേശനം ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ 2 ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ പരീക്ഷകൾ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. പ്രിലിമിനറിയും അതുപോലെ മെയിൻസും എക്സാമിനേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. അപ്പോൾ 2 പേപ്പറാണ് ഇതിൻ്റെ ആദ്യ പരീക്ഷയിൽ തന്നെ 2 പേപ്പർ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സിലബസും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് IIT പേപ്പർ 1 എന്ന് പറയുന്നത് കണ്ടക്ടിങ് ഫോർ അഡ്മിഷൻ ടു അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഇൻ NIT, IIT അതുപോലെ തന്നെ CFTIs സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ JEE മെയിൻ കണ്ടക്ട് ചെയ്യുന്നത്
നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ എക്സാമിനേഷൻ 2 ഘട്ടമായിട്ട് നടക്കുന്നു. അത് ജനുവരി 2026, ഒപ്പം തന്നെ ഏപ്രിൽ 2026 എന്നിങ്ങനെയാണ് 2 കാര്യങ്ങൾ. പേപ്പർ 2 ഫോർ JEE മെയിൻ ഈസ് കണ്ടക്ടഡ് ഫോർ അഡ്മിഷൻ ടു BArch ആൻഡ് B പ്ലാനിംഗ് കോഴ്സസ് ഇൻ ദ കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ബിടെക്കിന് മാത്രമാണെങ്കിൽ പേപ്പർ 1, BArch ആൻഡ് B പ്ലാനിംഗ് എന്നുള്ളതാണ് പേപ്പർ 2 എന്ന് വരുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനായി കണ്ടുകൊണ്ട് +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷയിൽ ഉപരിപഠനത്തിന് മികച്ച സ്ഥാപനങ്ങളിലും മികച്ച കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വരുന്ന കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകളെ കുറിച്ചുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകളുടെ സമയവും അതിൻ്റെ വിവരങ്ങളൊക്കെ കൃത്യം മനസ്സിലാക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട കൃത്യം മനസ്സിലാക്കണം. അപ്പോൾ അതാത് സമയത്ത് അപേക്ഷ നൽകി നല്ല തയ്യാറെടുപ്പോടുകൂടി അതിൻ്റെ പ്രവേശന പരീക്ഷകൾ എഴുതി ഏറ്റവും മികച്ച വിജയം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. അപ്പം എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് സൈറ്റിൽ ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷകൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും.